ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലീഫി കേരള എന്ന് പറഞ്ഞിട്ട് ആനിയമ്മയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലോ, അവരുടെ അടുത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്താണ്. അതിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇത് ലീഫി കേരള എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ അവരുടെ ഫോൺ നമ്പറുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് വാട്സപ്പ് ത്രൂ നമ്മൾ പേയ്മെൻ്റ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്ക് അയച്ചു തരും. ഇതിപ്പോൾ ഞാൻ ചെന്നൈയിലോട്ടാണ് അയപ്പിച്ചത്. ഞാൻ വാങ്ങിച്ചത് ഒരു ഇടിയിറച്ചിയുടെ പാക്കറ്റ്, പിന്നെ ഒരു മീനച്ചാർ, ഒരു ബീഫ് അച്ചാർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ റേറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് തോന്നും റേറ്റ് ഇച്ചിരി കൂടുതലാണോ എന്ന് തോന്നും. പക്ഷേ ക്വാണ്ടിറ്റി അത്രയും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പേ ചെയ്യുമ്പോൾ അത്രയും ഉണ്ടെന്ന് തോന്നിയാലും പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കിക്കഴിയുമ്പോഴും ക്വാളിറ്റി നോക്കിക്കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന സാധനമല്ല, ഇത് അതിനേക്കാൾ സൂപ്പറാണെന്ന്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു പിന്നീട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം ഇടിയിറച്ചി ഓർഡർ ചെയ്യാൻ, കാരണം ഇടിയിറച്ചിയാണ് നാട്ടിൽ കൂടുതൽ അവർ കഴിക്കുന്നത്. അച്ചാറൊക്കെ നമുക്ക് ഒത്തിരി കഴിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടിയിറച്ചി തിരിച്ച് ഓർഡർ കൊടുക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ഇത് സാഡീൻ അച്ചാറാണ്, പിന്നെ ബീഫ് അച്ചാറുണ്ട്, പിന്നെ ഇടിയിറച്ചി. സോ ഈ അച്ചാറുകളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അതിൻ്റെ അകത്ത് ലിക്വിഡായിട്ട് ഒന്നുമില്ല. അങ്ങനെ തിക്കായിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാണ് നമ്മുടെ ഈ അച്ചാർ അവർ തന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നിറച്ചും അച്ചാറാണ്. ഓക്കെ, നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു വെയിറ്റ് അവർ അതിൽ ചേർക്കുന്നില്ല. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മീൻ അച്ചാറോ എന്ത് അച്ചാർ വാങ്ങിച്ചാലും അതിങ്ങനെ കുറേ ലൂസായിട്ട് കിടക്കും. അപ്പോൾ അതിൻ്റെ അടുത്ത് അത്രയും വെള്ളത്തിൻ്റെ ഇതും കൂടെ നമ്മുടെ വെയിറ്റ് അതിൽ കാൽക്കുലേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ശരിക്കും നഷ്ടമാണ്. പക്ഷേ ഇത് വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇത് ഫുള്ള് അച്ചാറിൻ്റെ മീനൊക്കെയാണ്. ഇത് ഇപ്പോൾ മീനച്ചാറിനൊക്കെ ആണെങ്കിൽ നമുക്ക് തോന്നും ഇച്ചിരി വില കൂടുതലാണോ എന്ന് തോന്നും. പക്ഷേ ഇത് കണ്ടോ, അത് നിറച്ചും മീനച്ചാറാണ്. നമ്മൾ ഏതൊരു സ്പൂൺ എടുത്ത് ഇങ്ങനെ എടുത്താലും കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഒരു വെളുത്തുള്ളി ആയിരിക്കും. പക്ഷേ ഇതിൽ നമുക്ക് ഉറപ്പായിട്ടും മീനിൻ്റെ കഷ്ണം തന്നെയായിരിക്കും കിട്ടുന്നത്. വെളുത്തുള്ളി ഒന്നും ഞാൻ അതിൻ്റെ അകത്ത് കണ്ടുപോലുമില്ല. അതുപോലെ ഇതായിട്ടാണ് അവർ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. വളരെ സൂപ്പർ അച്ചാറാണ് കേട്ടോ. പിന്നെ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് ഇതൊന്നും കൊണ്ടുവന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സീലിംഗ് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്, എന്തിനാണ് ഇതിന് വേണ്ടി ഞാൻ $500 ഫൈൻ അടിക്കുന്നത്? അതിലും ഭേദം നാട്ടിൽ ഇരുന്ന് 2 ആഴ്ച തിന്നിട്ട് പോന്നാൽ പോരെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ തന്നെ ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. ഈവൻ ഇടിയിറച്ചി ആണെങ്കിലും നമുക്ക് ആ സീലിങ്ങോട് കൂടിയിട്ടാണെങ്കിൽ, അതായത് അവർ തന്ന് പാക്ക് ചെയ്ത് തന്ന് വിടുന്നുണ്ടല്ലോ, നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ടല്ലോ, അതേ രീതിയിൽ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അവർ ഒന്നും നമ്മളെ ഇത് ചെയ്യത്തില്ല, റെസ്ട്രിക്റ്റ് ചെയ്യത്തില്ല ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. പക്ഷേ ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചായിരുന്നു. അപ്പം അവിടെ അത് തിന്ന് എൻ്റെ ആഗ്രഹം തീർത്തു. എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇനി അടുത്ത ബാച്ച് ഞാൻ ഇടിയിറച്ചി ഓർഡർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ, കാരണം ഇപ്പോൾ നമ്മൾ അച്ചാറുകളൊന്നും അങ്ങനെ ഇപ്പോൾ നാരങ്ങയും മാങ്ങയും അച്ചാറൊക്കെ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിലുകളിലൊക്കെ ഇടും. പക്ഷേ ഈ മീനച്ചാറും ഇറച്ചി അച്ചാറും ഒക്കെ പണ്ടൊക്കെ എൻ്റെ വീട്ടിലും ഇടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും ഇടിയിറച്ചിയോ അതൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നുമ്പോൾ അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ബ്രാൻഡാണ് ഈ ലീഫി കേരള എന്ന് പറയുന്നത്. ഇനി അവരുടെ അടുത്ത് വേറെ മാങ്ങാത്തെരയും ചക്കപ്പഴത്തിൻ്റെ തിരയൊക്കെ ഉണ്ട്. ഇതൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നെക്സ്റ്റ് ടൈം ആവട്ടെ. അപ്പോൾ ഡീറ്റെയിൽസ് കൊടുത്തേക്ക്, ആർക്കെങ്കിലും വാങ്ങിക്കണേ വാങ്ങിച്ചോട്ടോ.